കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ LDFന്റെ ഉപരോധ സമരമുണ്ട്. അതിൽ സംഘർഷമുണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. ഫെലിക്സ് വിവരങ്ങളുമായി ചേർന്നിട്ട് ഫെലിക്സ്, പ്രതിഷേധം തുടരുകയാണ്, എന്താണ് സംഭവിക്കുന്നത്? കണ്ണൂർ കോർപ്പറേഷൻ ഇന്ന് കൗൺസിൽ യോഗം ചേരാനിരിക്കുകയാണ്. ഇന്ന് LDF പ്രവർത്തകർ, അതായത് MLA ഫണ്ട് അനുവദിക്കാൻ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടൊരു ധർണ തീരുമാനിച്ചത്. പക്ഷേ ധർണയ്ക്കപ്പുറത്തേക്ക് ഇവിടെ ഒരു ഉപരോധത്തിലേക്ക് LDF പ്രവർത്തകർ പോയി. രാവിലെ മേയർ അടക്കമുള്ളവർ എത്തുന്നതിന് മുൻപ് തന്നെ ഗേറ്റ് പൂട്ടി LDF പ്രവർത്തകർ ഉള്ളിലേക്ക് പോയി. അങ്ങനെ LDF പ്രവർത്തകർ ഉള്ളിലേക്ക് പോയ സമയത്ത് ഗേറ്റ് പൂട്ടിയത് കൊണ്ട് UDF കൗൺസിലർമാർക്കോ UDF പ്രവർത്തകർക്കോ മേയർക്കോ അവിടേക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു വശത്ത് ഗേറ്റ് പൂട്ടി LDF കൗൺസിൽ പ്രവർത്തകർ ഈ കോർപ്പറേഷൻ ഗേറ്റിന് ഉള്ളിലുണ്ട്. പുറത്ത് മേയർ അടക്കമുള്ളവർ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. LDF പ്രധാനമായും ആരോപിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA ഫണ്ട് അത് പ്രവർത്തിപ്പിക്കാൻ അതിന് അനുമതി കോർപ്പറേഷൻ തരണം, അനുമതി തരുന്നില്ല. അങ്ങനെ മനഃപൂർവ്വം MLA ഫണ്ടിന് അനുമതി നൽകുന്നില്ല, അല്ലാതെ പ്രവർത്തികൾക്ക് അനുമതി നൽകുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. മേയർ ഇന്ദിര അടക്കമുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഒരു വശത്ത് റോഡ് ഉപരോധിക്കുന്നു UDF പ്രവർത്തകർ, മറുവശത്ത് LDF പ്രവർത്തകർ കോർപ്പറേഷൻ ഉപരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. നേരത്തെ പോലീസും UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. പോലീസ് പ്രധാനമായും UDF പ്രവർത്തകരോട് പറഞ്ഞത്, പോലീസിനോട് UDF പ്രവർത്തകർ പറഞ്ഞത്, ഇതെന്തുകൊണ്ടാണ് LDF പ്രവർത്തകർക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചത്? അത് നിങ്ങൾ നടത്തിയ ഇടപെടലാണ്, നിങ്ങൾ അതിന് സൗകര്യമൊരുക്കി കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പോലീസ് ഇപ്പോൾ മേയർ അടക്കമുള്ളവരെ ഇവിടെ നിന്നും മാറ്റാനൊരു ശ്രമം നടത്തുകയാണ്. പക്ഷേ UDF പ്രവർത്തകർ അതിന് തയ്യാറാവുന്നില്ല. അതായത് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത് LDF പ്രവർത്തകരെ ഇതിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണമെന്നതാണ്. കാരണം ഒരു മേയർക്ക് ഉള്ളിൽ കയറാൻ അവസരം കിട്ടുന്നില്ല, മേയറെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് റോഡ് ഉപരോധിക്കുകയാണ്. മേയർ റോഡിൽ കുത്തിയിരിക്കുകയാണ്. പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെ UDF പ്രവർത്തകർ ഇവിടെ നിന്നും മാറ്റാൻ ഉള്ള സംസാരം പോലീസും കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംസാരിക്കുകയാണ്. പക്ഷേ ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറല്ല. അതായത് റോഡ് ഉപരോധിക്കുമെന്ന് അവർ വ്യക്തമാക്കുന്നു. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് എത്രയും വേഗം LDF പ്രവർത്തകരെ കോർപ്പറേഷനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ മേയറെ എടുത്തുകേറ്റ് CPM-ന്റെ ഗുണ്ടകളെ കോർപ്പറേഷനിൽ നിന്ന് പുറത്താക്കും. CPM ഗുണ്ടകളെ പുറത്താക്കി എന്ത് ധർണ എവിടെയാ? ധർണ എവിടെയാ? ആ ധർണ എവിടെയാ? നിങ്ങൾ അവരെ കയറ്റി പെർമിഷൻ ഉള്ളിടത്ത് ധർണ നടക്കട്ടെ. മേയർ കയറേണ്ട വഴിയെ മേയറെ പുറത്തിരുത്തി CPM-ന്റെ ഗുണ്ടകളെ അകത്ത് നിർത്തിയേക്കുക പോലീസ് സ്റ്റേഷനിലെ. കണ്ണൂർ മേയറെ, കണ്ണൂരിന്റെ അധ്യക്ഷയായിരിക്കുന്നത് കണ്ണൂരിന്റെ മേയർ. കോർപ്പറേഷൻ ഇന്ന് കൗൺസിൽ യോഗം ചേരാനിരിക്കുകയാണ്. ഇന്ന് രാവിലെ UDF അംഗങ്ങൾ ഇപ്പോൾ പോലീസുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുചേരിയും മുന്നിൽ നേർക്കുനേർ നിന്നുകൊണ്ട് പ്രശ്നങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ഫെലിക്സ് തുടരുന്നുണ്ട്. ഫെലിക്സ്, ഇതിപ്പോൾ MLA ഫണ്ട് അത് പ്രവൃത്തികൾക്ക് കോർപ്പറേഷൻ അനുമതി നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണല്ലോ ഒരു സമരവുമായിട്ട് ആദ്യം എത്തുന്നത്. പിന്നെ ഇരു വിഭാഗത്തു നിന്നും പോർവിളികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് LDF ഇപ്പോൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് എത്തുന്നത്? അത് മാത്രമല്ല
റോഡ് ഉപരോധമൊക്കെയാണ്. എന്തുണ്ടെങ്കിലും ഒരു കോർപ്പറേഷൻ ഉണ്ട്, അതിന്റെ കെട്ടിടമുണ്ട്, അതിനകത്തൊക്കെ നിന്ന് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പറയാം, പ്രതിഷേധിക്കുക. ഇതിപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കൂടിയല്ലേ കാര്യങ്ങൾ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് കണ്ണൂർ MLA കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹത്തിന് MLA ഫണ്ടിൽ നിന്നും പ്രവൃത്തികൾ നടത്തുന്നതിന് കോർപ്പറേഷൻ അനുമതി വേണം. അങ്ങനെ കോർപ്പറേഷൻ ആ അനുമതികൾ തടയുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് LDF ഒരു ധർണ പ്രഖ്യാപിച്ചത്. ആ ധർണയാണ് ഇന്ന് കോർപ്പറേഷന് മുൻപിൽ ആരംഭിക്കാനിരുന്നത്. പക്ഷേ LDF പ്രവർത്തകർ രാവിലെ തന്നെ എത്തി ഗേറ്റ് പൂട്ടി. അതായത് കോർപ്പറേഷൻ്റെ ഉള്ളിൽ കടന്ന് ഗേറ്റ് പൂട്ടി. പിന്നീട് ധർണ മറുവശത്താണ് അവർ ആലോചിച്ചിരുന്നെങ്കിൽ, പക്ഷേ സമരത്തിൻ്റെ തന്ത്രം മാറ്റി ഗേറ്റ് പൂട്ടിയിട്ടു. രാവിലെ തന്നെ പ്രവർത്തനത്തിൽ ഗേറ്റ് പൂട്ടി. പിന്നീട് മേയറടക്കം, ഇന്ന് കൗൺസിൽ യോഗം ചേരാനുണ്ട്, മേയറടക്കം എത്തുന്ന സമയത്ത് ഈ ഉള്ളിലേക്ക് കയറാൻ അനുവദിച്ചില്ല. പോലീസ് ഉണ്ടായിരുന്നു, പക്ഷേ പോലീസ് ഗേറ്റ് അവർ പൂട്ടിയത് കൊണ്ട് തന്നെ തുറക്കാൻ തയ്യാറായില്ല. പിന്നെ UDF പ്രവർത്തകർ വലിയ പ്രതിഷേധം UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. മേയറെ അടക്കം ഉള്ളിലേക്ക് കയറ്റി വിടണമെന്നതാണ് കോൺഗ്രസ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. പക്ഷേ LDF പ്രവർത്തകർ അതിന് തയ്യാറല്ല. ഒരു വശത്ത് LDF പ്രവർത്തകർ ഗേറ്റ് പൂട്ടുകയും ഗേറ്റിന് മുമ്പിൽ നിന്നുകൊണ്ടും അവർ പ്രതിഷേധിക്കുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് ഉപരോധ സമരമല്ല പറഞ്ഞു, പ്രതിഷേധ മാർച്ചാ പറഞ്ഞിട്ടുണ്ടായത്. അവസരം നിങ്ങൾ ആക്കി കൊടുക്കുന്നില്ല. തോന്നിയ ദിവസം കാണിക്കാതെ സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സംസാരിക്കണ്ട. CPM നേതാവ് N ചന്ദ്രനും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. N ചന്ദ്രൻ പറയുന്നത് പിന്നെ ഈ സമരം മുന്നോട്ട് പോകുമെന്നാണ്. DCC പ്രസിഡന്റ് പറയുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറ്റണം. അവിടെ സംസാരം നടക്കുകയാണ്, ചർച്ച നടക്കുകയാണ്. പക്ഷേ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനൊരു അയവും വരുന്നില്ല. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.